SSF Wisdom Hadith Class 98 عن أبي سعيد الخدري رضي الله عنه قال جلس رسول الله صلى الله عليه وسلم على المنبر وجلسنا حوله فقال إن مما أخاف عليكم من بعدي ما يفتح عليكم من زهرة الدنيا وزينتها. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിന്മേൽ ഇരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ ഇരുന്നു. വജലസ്ന ഹൗലഹു, ഞങ്ങൾ ചുറ്റുഭാഗത്തും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും ഞങ്ങൾ ഇരുന്നു. ഫഖാൽ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മാ യുഫ്തഹു അലൈക്കും മിൻ സഹ്റത്തി ദുനിയ വസീനത്തിഹാ, ദുന്യാവിന്റെ ഭംഗിയും ദുന്യാവിന്റെ പളപളപ്പ്, അതിന്റെ പ്രൗഢി, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തുറന്നു നൽകപ്പെടുന്നത്, അഥവാ നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ, ദുന്യാവിന്റെ ഭംഗി, നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ദുന്യാവിന്റെ പ്രൗഢിയും അതിന്റെ ആഡംബരങ്ങളും, ഇതാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ മേൽ എന്റെ കാലശേഷം ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ദുന്യാവിന്റെ പ്രൗഢിയും ദുന്യാവിന്റെ ആഡംബരവും ഭംഗിയും ഒക്കെ നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നത്, നിങ്ങളുടെ മേൽ തുറന്നു നൽകപ്പെടുന്ന ഇത്തരം സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇത് നിങ്ങൾ ദുരുപയോഗം ചെയ്ത് നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തുമോ എന്നതാണ് എന്റെ പേടി എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഉമ്മത്തിനെ കുറിച്ച് എല്ലാ സമയവും ചിന്തിക്കുന്ന, വഫാത്തിന്റെ ടൈമിൽ പോലും എന്റെ ഉമ്മത്ത് എന്താകും എന്ന് ആലോചിച്ചിരുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നാം ആകുന്ന അവിടുത്തെ ഉമ്മത്തിനെ കുറിച്ച് ബേജാറാകുന്ന നബിതങ്ങൾ, വിഷമം അനുഭവിക്കുന്ന നബിതങ്ങൾ, ആ നബിതങ്ങൾ പറയുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിൽ ഇപ്പോ തുറന്നു കിട്ടിയിരിക്കുന്ന ഇത്തരം അവസരങ്ങൾ, ഈ ദുന്യാവിന്റെ പളപളപ്പിൽ മതിമറക്കാൻ ആവശ്യമായി, നമുക്ക് മതിമറക്കാൻ പര്യാപ്തമായ രൂപത്തിൽ നമുക്ക് ലഭിച്ച സംവിധാനങ്ങളും സൗകര്യങ്ങളും, ഇത് കണ്ട് ആഖിറത്തെ മറന്നു പോകരുത് നാം. നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഒരിക്കലും ആഖിറത്തെ മറന്ന്, പരലോകത്തെ മറന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും മറന്ന് ഈ ദുന്യാവിന്റെ പ്രൗഢിക്ക് പിന്നാലെ പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രത്യേകം ദുആ ചെയ്യുന്നു. അതോടൊപ്പം ഹദീസ് പഠിതാക്കൾക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ബുഖാരി ഇമാം, മുസ്ലിം ഇമാം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വിഷയങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കാറുണ്ട്. ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ആ വിഷയം പലരും അത് എഴുതി വെച്ച് പഠിക്കാറുമുണ്ട്. ഇടക്ക് മുത്തഫഖുൻ അലൈഹി എന്ന വാക്ക് കാണുമ്പോൾ ചിലർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് പ്രയോഗിക്കുന്നത്. ഒന്ന്, ഈ ഹദീസ് സ്വഹീഹാണെന്ന വിഷയത്തിലും ആശയം കറക്റ്റാണെന്ന വിഷയത്തിലും എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠമാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. മറ്റു സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. രണ്ട് സ്വഹീഹുകൾ, പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളാണ്. അത് രണ്ടിലും ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് മുത്തഫഖുൻ അലൈഹി എന്ന് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. മറ്റേ അർത്ഥവും അതിനുണ്ട്, രണ്ട് രൂപത്തിലും ഉപയോഗിക്കാറുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാ ഇൽമും പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.